നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ മേക്കപ്പ് ഇടുന്ന ലാസ്റ്റ് ഫംഗ്ഷനായത്. ഇനി നിന്റെ ജീവിതത്തിൽ അതുണ്ടാവില്ല. അമ്മേ, ഈ നിത്യേച്ചിയുടെ കോലം കണ്ടോ? ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞ കേക്കണ്ടേ? എന്തു പറ്റി മോളെ? എന്താ മേക്കപ്പ് ഇടാതിരുന്നത്? എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടമ്മേ, അലർജിയാ. എന്ന് കരുതി പൂർണ്ണമായിട്ട് വേണമെന്നൊന്നുമില്ല. കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാലോ. ഈ നാട്ടിൻ പുറത്തൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ടല്ലോ. വേണ്ടച്ചാ, ഇത് മതി. മോളെ, അത്യാവശ്യമായിട്ടൊന്നും ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ബോധമില്ലാത്തവര് പറയും. പക്ഷേ ബോധമുള്ളവരും മറിച്ച ചിന്തിക്കുക. തൽക്കാലം അച്ഛനും അമ്മയ്ക്ക് നല്ല ബോധമുണ്ട് അല്ലേടോ? അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികത്തിന് വരുന്നവര് ഞങ്ങളെ കാണുന്നതും പുകഴ്ത്തുന്നതും അതൊരു ചടങ്ങ് മാത്രമാണ്. പക്ഷേ എന്റെ ഈ രണ്ട് മക്കളെയും കണ്ടിട്ട് അവര് നല്ല വാക്ക് പറഞ്ഞ അതാണ് അമ്മയ്ക്ക് സന്തോഷം. അതുകൊണ്ട് പോയി നന്നായിട്ട് ഒരുങ്ങിയിട്ട് വാ. എന്റെ മേക്കപ്പ് ബോക്സ് മണ്ണിലടി പോയതുകൊണ്ട് ഞാൻ സാറേച്ചിയുടെ മേക്കപ്പ് ബോക്സാ വാങ്ങിച്ചത്. സാറേച്ചിയുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഓർഗാനിക്കാ. അതിന് അലർജിയൊന്നുമില്ല. അതെ, എന്റെ ബലൂൺ തീർന്നു. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിത്യേച്ചി വാ. அம்மா நிலம்மா, கொஞ்சம் வேலை இருக்கீங்க. അവര് പൊയ്ക്കോട്ടെ ശരവണ. എന്താ ജോലിന്ന് വെച്ചാ ഞാൻ രഘുവേട്ടനും കൂടി ചെയ്യാം. அம்மா, உங்களுக்கு ரெண்டு பேருக்கு இன்னைக்கு பெரிய நாள். அதனால இங்க இருக்கின்ற டோட்டல் வேலையெல்லாம் நாங்க மட்டும்தான் பண்ணும். இல்ல நித்யா மேடம்? ശരവണം പറഞ്ഞാ മതി, നമുക്ക് ചെയ്യാം. ஓகே அம்மா. നീ മേക്കപ്പ് ഇടുന്ന ലാസ്റ്റ് ഫംഗ്ഷനായത്. ഇനി നിന്റെ ജീവിതത്തിൽ അതുണ്ടാവില്ല.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടൻ നിത്യമോളുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞപ്പോ അവളത് വേണ്ടാന്ന് പറയുന്നെങ്കിൽ എത്രമാത്രം പേടിക്കുന്നുണ്ടാവും എന്റെ കുട്ടി. ഏട്ടന് നല്ല സങ്കടായിട്ടുണ്ട്. അതൊക്കെ അവര് പരസ്പരം അച്ഛനും മോളും പറഞ്ഞു തീർത്തോളും. പക്ഷേ എത്ര കാലം ഇങ്ങനൊരു അവസ്ഥയിൽ നിത്യമോളെ നിർത്താൻ പറ്റും? സുജാതയും ഭർത്താവും ഒക്കെ അമ്മ എന്താ ഈ പറയുന്നത്? ഭർത്താവ് നല്ലതല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നല്ലതല്ലെന്ന് അമ്മ എന്തിനാ ചോദിക്കുന്നത്? അച്ഛാ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടാൻ മടിച്ചു നിൽക്കുന്നത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മൾ ആരും ഒന്നും ചോദിക്കാതിരിക്കുമ്പോ നമുക്ക് പേടിയാണ് വല്യച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ടാണെന്ന്. അതിനനുസരിച്ച് ദ്രോഹവും കൂടും. ദേ പിള്ളേരെ, നിങ്ങൾ മനസ്സിൽ തോന്നിയ പോലെ എടുത്തു ചാടരുത്. ഈ വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ തട്ടിത്തെറിപ്പിക്കാനും കൂട്ടിപ്പിടിപ്പിക്കാനും പറ്റുന്നതല്ല. അതെ, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളെ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിപ്പോ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലെങ്കിലും ഈ രഹസ്യത്തിന് ഒരുപാട് കാലം ഒന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. എന്തായാലും വെല്ലിച്ചൻ അറിയൂ ഇത്. അപ്പൊ പിന്നെ ഇതൊരു ഷോക്കായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങളുണ്ടെന്ന് വെല്ലിച്ചോണ്ട് പറയുന്നല്ലേ. എന്തായാലും അത് വേണം. സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോ പേടിയാ. നാളെ നേരം വെളുക്കുമ്പോ എന്തെങ്കിലും ദുരന്ത വാർത്ത നമ്മളെ തേടി വന്നാലോന്ന്. നീ ഒന്നും മിണ്ടാതിരുന്നേ. അവന്റെ രീതികൾ കണ്ടാ ഈ പറഞ്ഞൊന്നും തെറ്റല്ല. എടി, എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. എന്നെ കൈകാര്യം ചെയ്യൂന്നും പറഞ്ഞു. അത്രയൊക്കെ എന്നോട് കാണിക്കുന്നുണ്ടെങ്കിൽ നിത്യമോളോട് കാണിക്കുന്ന എന്തായിരിക്കും? നിത്യമോളുടെ കാര്യം ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.